ഇപ്പോൾ ശ്രീ അടൂർ പ്രകാശ് MP ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അടൂർ പ്രകാശ്, മുതലപ്പൊഴിയിൽ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. ഇത് തുടർച്ചയായി പല ഘട്ടങ്ങളിലായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വോട്ട് ബാങ്ക് ആണ്, ഇവരുടെ വോട്ട് നേടി തന്നെ വിജയിക്കണം എന്നുള്ള ഒരു കാര്യം എല്ലാവരുടെയും മുന്നിലുണ്ട്. ആ സമയത്ത് ഇവരുടെ അടുത്തേക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഓടിയെത്തും. പക്ഷേ ഒരു പരിഹാരം, അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം, അടിയന്തരമായ പ്രശ്നം, അതിൽ നടപടി ഉണ്ടാകുന്നില്ല. മുതലപ്പൊഴിയിൽ അപകടമാണ്, അങ്ങോട്ട് പോകേണ്ട എന്ന് പറയാനായി ഒരു സർക്കാർ സംവിധാനം ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ അത്ര യാഥാർത്ഥ്യമുള്ള കാര്യമല്ല. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഉണ്ടായിട്ടുള്ള അപകടങ്ങളും ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചും ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ഞാനാണ് ഈ കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ആ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ശേഷം നിരവധി ആളുകൾ അവിടെ ചെല്ലുകയും നിരവധി നേതാക്കന്മാരും മന്ത്രിമാരും അവിടെ എത്തിച്ചേരുകയും അതിന് തക്കതായ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നതല്ലാതെ സംസ്ഥാന സർക്കാർ അതിന് വേണ്ടുന്ന ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യങ്ങൾ ഏവരും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ അത് ചെയ്യാതെ ഇന്ന് ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. കാരണം പലപ്പോഴും ഇപ്പൊ 72ഓളം മരണം അവിടെ സംഭവിച്ചു. ആ 72ഓളം മരണം സംഭവിച്ചപ്പോഴും സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ മന്ത്രിമാര്, വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഉൾപ്പെടെയുള്ള അവിടെ ചെന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഓഫീസിൽ വിളിച്ചു വരുത്തി ആ പാവങ്ങളെ കബളിപ്പിച്ചു വിടുന്ന ഒരു ഏർപ്പാടാണ് നടന്നിട്ടുള്ളത്. ഈ പാർലമെന്റിൽ എന്റെ ചോദ്യത്തിന് മറുപടിയായി തന്നെ പല ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. ആ ഉത്തരങ്ങളിൽ എല്ലാം തന്നെ ഈ സംസ്ഥാന സർക്കാർ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നില്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പരാതി സർക്കാരിനെതിരെ മാത്രമാണോ? അദാനി ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ നടപ്പാക്കുന്നില്ല. അവിടെ 3 മാസത്തിലൊരിക്കൽ മണൽ നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് തന്നെ, അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ കൊടുത്ത ഒരു മറുപടി എനിക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അദാനി ഗ്രൂപ്പുമായി അതിന്റെ ചില ഉത്തരവാദിത്വമുള്ള ചില ആളുകളുമായി സംസാരിക്കുന്ന അവസരത്തിൽ അവർ പറയുന്നത് ഞങ്ങൾക്കതിന് ഉത്തരവാദിത്വം ഇല്ല, അവരുടെ ആവശ്യം കഴിഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഈ പാറ കൊണ്ടുവന്ന് അവർക്ക് ഷിപ്മെന്റ് ചെയ്ത് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തി കഴിഞ്ഞതിന് ശേഷം അവരുടെ പീരീഡ് കഴിഞ്ഞു എന്ന് അവരിപ്പോ പറയുന്നു. ഏതായാലും ഈ പാവപ്പെട്ട ആളുകളോട് കാണിക്കുന്ന ഒരു അനീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അനീതിക്കെതിരെ തീർച്ചയായിട്ടും പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ഇത് വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടുന്ന നടപടികൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ അടൂർ പ്രകാശ്, ദയവായി ലൈനിൽ തുടരാം.